സ്വർഗം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയായിരിക്കും. ഇന്ന് നമ്മൾ പോകുന്നത് കാശ്മീരിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ സോനമാർഗിലേക്കാണ്. ശ്രീനഗറിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. 80 കിലോമീറ്റർ ദൂരമാണ് ശ്രീനഗറിൽ നിന്ന് സോൻമാർഗിലേക്കുള്ളത്. ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട്. ആ യാത്ര ഒട്ടും മടുപ്പുണ്ടാക്കുന്നതല്ല. കാരണം മഞ്ഞ് തൊട്ട മലനിരകളും പച്ചയായി കിടക്കുന്ന താഴ്വരകളും കാശ്മീരിലെ വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയിലുള്ള ആളുകളെയും ഒക്കെ നമുക്ക് വഴിയരികിൽ കാണാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് സെഡ്മോർ ടണലിലേക്കാണ്, അതായത് സോൻമാർഗ് ടണൽ. ഈ ടണൽ സോൻമാർഗിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുന്നു. ഈ ടണൽ നിർമ്മിക്കുന്നതിന് മുമ്പ് സോൻമാർഗിലേക്കുള്ള പാത അതിശൈത്യകാലത്ത് പലപ്പോഴും അടച്ചിടാറുണ്ടായിരുന്നു. എന്നാൽ ഇത് വന്നതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സോൻമാർഗിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ടണലിൻ്റെ അപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് ഒരു മായാലോകം തന്നെയാണ്. നമ്മൾ പണ്ട് സ്കൂളിലെ നോട്ട്ബുക്കുകളുടെയൊക്കെ പുറന്താളുകളിൽ കാണപ്പെടുന്ന ചിത്രങ്ങളില്ലേ, അതെല്ലാം ഇവിടെ ജീവിക്കുന്നത് പോലെ കാണാം. മഞ്ഞു മൂടിയ മലനിരകളും മനോഹരമായ താഴ്വരകളും ചെറിയ മനോഹരമായ വീടുകളും അരുവിയിലെ മൃദുവായ ശബ്ദവും ഒക്കെ നമുക്കവിടെ കാണാനായി സാധിക്കും. ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കാനും മറന്നില്ല കേട്ടോ. നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് വല്ലതാണോ പോയിരിക്കുന്നത് എന്നുള്ള തോന്നൽ വരുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ക്യാമറ നമുക്ക് താഴെ വെക്കാനേ തോന്നില്ല. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ്മീരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് മഞ്ഞ് മൂടിയ കാഴ്ചകളാണ് അല്ലേ? പക്ഷേ നമ്മൾ ഏത് സമയത്ത് വന്നാലും കാശ്മീരിൽ മഞ്ഞ് കാണാൻ പറ്റുമോ? ഇല്ല. സമ്മർ സീസണിൽ കാശ്മീരിൻ്റെ പല സ്ഥലങ്ങളിലും ചൂടായിരിക്കും. പക്ഷേ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സോനമാർഗ്, അവിടെ മഞ്ഞിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് താജ്വാസ് ഗ്ലേസിയർ, അവിടെ വർഷം മുഴുവനും മഞ്ഞ് കാണാനാകും. ഞങ്ങൾ പോയത് ഏപ്രിൽ മാസത്തിലായിരുന്നു, അതായത് അവിടുത്തെ വസന്തകാലമായിരുന്നു അത്. ആ സമയത്ത് സോൻമാർഗിൽ ചില ഭാഗങ്ങളിൽ മഞ്ഞുണ്ടായിരുന്നു. കൂടുതൽ മഞ്ഞ് അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് താജ്വാസ് ഗ്ലേസിയറിലോട്ട് പോവാം. പക്ഷേ അവിടേക്ക് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല. വണ്ടി എവിടെ വരെ ചെല്ലുന്നോ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം ട്രക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പോണി റൈഡിലോ പോകാൻ സാധിക്കും. ഞങ്ങൾ പക്ഷേ ആ യാത്രയ്ക്ക് പോയില്ല. കാരണം ഞങ്ങളോടൊപ്പം പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നി. അവിടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളത് ട്രൈ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പക്ഷിയെപ്പോലെ പറക്കുന്ന ഒരു ഫീൽ, പ്രത്യേകിച്ച് ഒരു ചെറിയ അരുവിയുടെ മുകളിലൂടെ കടന്നു പോകുന്ന കാഴ്ച, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കാഴ്ചകളാണ്. അവിടെ പലരും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തിൽ നമുക്ക് ഭയമൊന്നും തോന്നില്ല. പക്ഷേ പിന്നീട് ചില അപകടങ്ങളൊക്കെ സംഭവിച്ചതായി കേട്ടപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കോഷൻ വേണമെന്ന് തോന്നുന്നു. കാരണം അഡ്വഞ്ചർ ആയാലും സേഫ്റ്റി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇവരൊക്കെ ഈ ട്രിപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. വിൻ്ററിൻ്റെ അവസാനമായതിനാൽ മഞ്ഞൊക്കെ ഏകദേശം ഉരുകിത്തീർന്ന് ഈ ഒരു പരുവത്തിലായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ മിക്കവരും ആദ്യമായിട്ടായിരുന്നു സ്നോ കാണുന്നത്. കുറച്ച് പേരൊക്കെ അതൊക്കെ എടുത്ത് എറിഞ്ഞ് ആസ്വദിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ അഴുക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടികളെ അതിൽ നിന്ന് വിലക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഗുൽമാർഗിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഗുൽമാർഗിൽ ചെല്ലുമ്പോൾ ഇതിലും കൂടുതൽ സ്നോ അവിടെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. അവിടെ മഞ്ഞ് കുറവായിരുന്നെങ്കിലും അവിടെ ചെന്നത് ഒട്ടും നഷ്ടമായതായി നമുക്ക് തോന്നിയില്ല. കാരണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ദൂരെ മഞ്ഞ് നിറഞ്ഞ മലനിരകളും തൊട്ടടുത്ത് തന്നെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ആൽപൈൻ മരങ്ങളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. വിൻ്റർ സീസണിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ സോൻമാർഗിലെ വളരെ മനോഹരമായ ഒരു ദിവസത്തിന് ശേഷം ശ്രീനഗറിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് മടങ്ങി. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാശ്മീർ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.